തിരുവനന്തപുരം നഗരൂരിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പരാതി. ജയ് ക്രെഡിറ്റ് എന്ന ലോൺ ആപ്പ് സംഘത്തിൽ നിന്നാണ് ഭീഷണി. ചിത്രങ്ങൾ നഗരൂർ സ്വദേശിയുടെ ബന്ധുക്കളുടെ വാട്സാപ്പ് നമ്പറുകളിലേക്കും തട്ടിപ്പ് സംഘം അയച്ചു. ഭീഷണി വർദ്ധിച്ചതോടെ സൈബർ പോലീസിൽ പരാതി നൽകി. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും ഈ തട്ടിപ്പ് സംഘങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഇതാണ് ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇതിൽ എന്താണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്? സ്വാതി, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നതിനിടെ ഈ ലോൺ ആപ്പിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഈ വീട്ടമ്മയ്ക്ക്, നഗരൂർ സ്വദേശിയായിട്ടുള്ള വീട്ടമ്മയ്ക്ക് വരികയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. ഈ ആപ്പിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് 1500 രൂപ വീതം 2 തവണ വരികയാണ് ഉണ്ടായത്. അതിനുശേഷം അവർക്കൊരു നിർദ്ദേശം കൂടി ലഭിച്ചു. 7 ദിവസത്തിനുള്ളിൽ ഈ പലിശ അടക്കം 5022 രൂപ അടയ്ക്കണമെന്ന്. ഇത് കണ്ടതോടെ ഈ പലിശ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുക തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു വീട്ടമ്മ. പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ പിന്നാലെ ഈ വീട്ടമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 2500 രൂപ നഷ്ടപ്പെട്ടു. പക്ഷേ അതിനുശേഷം ലോൺ ആപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം മുഴുവൻ തുകയും അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് വാട്സാപ്പിലൂടെ ഒരു സന്ദേശം ലഭിച്ചു. പക്ഷേ ഈ നിരന്തരമായിട്ടുള്ള സന്ദേശങ്ങൾ അവഗണിച്ചതോടുകൂടിയാണ് ഈ വാട്സാപ്പിൽ ഇവർ നൽകിയിരുന്ന DP ഉപയോഗിച്ചുകൊണ്ട് നഗ്ന ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഇവർക്ക് അയക്കാൻ തുടങ്ങിയത്. ശേഷം ഇവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ലഭിക്കാത്തതോടെ വീട്ടമ്മയുടെ ബന്ധുക്കൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഇത്തരത്തിൽ തന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീട്ടമ്മ സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീട്ടമ്മ പറയുന്നതനുസരിച്ച് ഈ പരാതി നൽകിയതിന് ശേഷവും നിരന്തരമായി ഈ സംഘം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാണ്. എന്തായാലും നിലവിൽ ഈ വീട്ടമ്മ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജയ് ക്രെഡിറ്റ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ ആരാണുള്ളത്, ഈ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയത് ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. സ്വാതി. ശരി ഹാൻസ്.